ഈ പാട്ട് പറയുമ്പോൾ എൻ്റെ അമ്മയെ പറ്റി എന്നാണെങ്കിലും പറയണം. എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഒരു ഇതിനൊരു നിമിത്തം എന്നൊക്കെ പറയത്തില്ലേ, എന്ന് വെച്ചാൽ അമ്മയാണ് എന്നെ ഇത് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ മറ്റേ ഇൻസ്പയർ ചെയ്ത ഒരാൾ. അപ്പം അമ്മയ്ക്ക് ആകെ സമാധാനം കിട്ടുന്നത് പള്ളിയിൽ പോകുമ്പം, അങ്ങനത്തെ ഒരു ഇതാണ്. അമ്മയാണെങ്കിൽ ഇങ്ങനെ അമ്മയുടെ ഫുൾ സ്പിരിച്വാലിറ്റിയാണ് അമ്മയുടെ മെയിൻ. അങ്ങനെ ഒരാളാണ്. അപ്പം എന്നെയും കുഞ്ഞിലെ തൊട്ടേ ആ ഒരു വഴിയിലാണ് അമ്മ വളർത്തിക്കൊണ്ട് വന്നത്. ഒരു സ്റ്റേജിലെത്തി, ഞാൻ എൻ്റെ വഴിക്കുള്ള സ്റ്റേജിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള പല സുഖ ആസാനത്തിൽ എൻ്റെ വഴിയൊക്കെ പോയി. എനിക്ക് ഒരു പ്രശ്നത്തിൽ ഞാൻ പെട്ട്. ആ പ്രശ്നത്തിൽ ഞാൻ പെട്ട് ഞാൻ എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് ഞാൻ നോക്കുമ്പം അതുവരെ ഞാൻ ബ്ലൈൻഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ചുറ്റുപാടിനെ പറ്റിയോ എൻ്റെ സാഹചര്യത്തെ പറ്റിയോ എൻ്റെ വീടിനെ പറ്റിയോ അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ ഒരു സാധനം കണ്ടത്. ഞാൻ വെച്ചാൽ എൻ്റെ അമ്മയൊക്കെ എന്നെ എങ്ങനെയാണ് കാണുന്നത്, എന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, എന്നെ അതേപോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എനിക്ക് അപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ കുമ്പസാരം ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പം അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എഴുതിയൊരു പാട്ടാണ് കുമ്പസാരം.